ബി.ജെ.പിയുടെ കൗൺസിലറായി ജയിച്ചതാണെങ്കിലും ആദ്യം തന്നെ വിമതയാണ് തിരുവനന്തപുരത്തെ ശ്രീലേഖ IPS. മേയറാക്കാമെന്നും പറഞ്ഞ് ഉയർത്തിക്കാട്ടി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ച് എല്ലാ ഭാഗത്തു നിന്നും വോട്ടുകൾ വാരിക്കൂട്ടി 100-ൽ 50 സീറ്റുകളും പിടിച്ചെടുത്തു. അവസാനം ഭരണം കയ്യിൽ കിട്ടിയതിനു ശേഷം കറിവേപ്പില പോലെ തന്നെ വലിച്ചെറിഞ്ഞതിന്റെ ദേഷ്യം ആ പോലീസ് മേധാവിയുടെ മുഖത്ത് മാത്രമല്ല പ്രവൃത്തിയിലും നല്ലവണ്ണം കാണാനുണ്ട്. അത് ചെറിയ തരത്തിലല്ല ബി.ജെ.പിയെ ബാധിക്കാൻ പോകുന്നത്. 1 മുതൽ തന്നെ ഇടഞ്ഞു നിൽക്കുകയും എല്ലാത്തിനും വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ ഭരണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ ചോദ്യം. മീറ്റിംഗിൽ വിളിച്ചാൽ വരില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ വോട്ടുകൾ തന്നെ അസാധുവാക്കി കളയുക. ഇപ്പോൾ ഇതാ ഗവർണർ വിളിച്ച പ്രധാനപ്പെട്ട സൽക്കാരത്തിൽ കോൺഗ്രസും CPM-ഉം ബി.ജെ.പിയും എല്ലാവരും പങ്കെടുത്തിട്ടും ശ്രീലേഖ IPS പോയി പണി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കോർപ്പറേഷനിൽ പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെയായിരുന്നു ഗവർണർ ഇന്നലെ കൗൺസിലർമാരെ ചായ സൽക്കാരത്തിന് ക്ഷണിച്ചത്. കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് വേണ്ടി ഗവർണർ രാജേന്ദ്ര അർലേക്കർ പ്രത്യേകമൊരുക്കിയ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ശാസ്തമംഗലത്തെ ഈ ബി.ജെ.പി കൗൺസിലറായ ശ്രീലേഖ IPS മാത്രം എത്തിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു യുദ്ധ പ്രഖ്യാപനം തന്നെയായിരുന്നു. ഗവർണറുടെ വസതിയായ ലോക് ഭവനിലായിരുന്നു സൽക്കാരം സംഘടിപ്പിച്ചത്. എല്ലാ പാർട്ടിക്കാരും വലിയ സന്തോഷത്തിലായിരുന്നു. സൽക്കാരത്തിന് UDF LDF കൗൺസിലർമാരും എത്തി. ചുവപ്പ് വസ്ത്രം ധരിച്ചാണ് ഇടത് കൗൺസിലർമാർ ആ ചായ സൽക്കാരത്തിന് എത്തിയത്. എല്ലാവരെയും ഷാൾ അണിയിച്ചുകൊണ്ടാണ് ഗവർണർ സ്വീകരിച്ചത്. പക്ഷേ ശ്രീലേഖയുടെ അസാന്നിധ്യം മാത്രം വലിയ ചർച്ചയായി. ഇനി നരേന്ദ്രമോദി വന്ന് പറഞ്ഞാലും താൻ വിമത തന്നെയാണെന്ന് ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ് ശ്രീലേഖ. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മേയറാകാൻ സാധിക്കാതെ വന്നതിന് പിന്നാലെ വലിയ അസംതൃപ്തിയിലാണ് ശ്രീലേഖ. ബി.ജെ.പിയെ വെട്ടിലാക്കി തൻ്റെ അതൃപ്തിയിൽ തന്നെ തൂങ്ങിപ്പിടിച്ചു നിൽക്കുകയാണവർ. മേയറാക്കുമെന്ന ഉറപ്പിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും കൗൺസിലറാകാൻ വേണ്ടിയല്ല പാർട്ടി തന്നെ മത്സരിപ്പിച്ചത് എന്നും ശ്രീലേഖ തുറന്നടിച്ചുകൊണ്ടേയിരിക്കുന്നു. ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിലാണ് അവസാനം VV രാജേഷ് മേയറും ആശാനാഥ് ഡെപ്യൂട്ടി മേയറുമായത് എന്ന് ശ്രീലേഖ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് അംഗീകരിക്കാൻ മോഡി വരെ തയ്യാറായിട്ടും IPS മേഡം അതിന് തയ്യാറല്ല. കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനമെടുക്കുമ്പോൾ എതിർത്ത് നിന്ന് പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങിയോടാൻ പറ്റില്ലെന്ന് കേരളത്തിലെ ബി.ജെ.പിക്ക് ശ്രീലേഖ ഒരു മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. തന്നെ ജയിപ്പിച്ച ആളുകളുണ്ടെന്നും അവരോട് തനിക്കുള്ള ആത്മാർത്ഥതയും കൂറും കൊണ്ടും മാത്രം 5 വർഷത്തേക്ക് കൗൺസിലറായി തുടരാൻ താൻ തീരുമാനിച്ചതെന്നും ശ്രീലേഖ ബി.ജെ.പിയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അത് മാറ്റാനും അവർ ചിലപ്പോൾ തയ്യാറാകും. ഏതായാലും ചുരുക്കത്തിൽ വലിയ പ്രതീക്ഷയോടെ പാർട്ടിയിൽ ചേർത്ത ശ്രീലേഖ IPS എല്ലാ ദിവസവും പ്രതിസന്ധികൾ തന്നെയാണ് പാർട്ടിക്ക് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത്.